2 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ഒരു കോളേജാണ് ഇപ്പോൾ ഇങ്ങനെ അടച്ചുപൂട്ടിയതോടുകൂടി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഭാവി അനിശ്ചിതത്വത്തിലായി ഇങ്ങനെ പെരുവഴിയിൽ നിൽക്കുന്നത്. കടക്കൽ കോട്ടപ്പുറം PMSA കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ദുര്യോഗം സംഭവിച്ചിരിക്കുന്നത്. അവർ നമുക്കൊപ്പം ചേരുകയാണ്. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ ഈ പെരുവഴിയിലായത്? നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ്. ഇവിടെ ഈ ജപ്തിയാകുന്നതോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ വിളിച്ച് പറയുകയാണ്, നാളെ തൊട്ട് നിങ്ങൾ ക്ലാസ്സിന് വരണ്ട, കോളേജ് പൂട്ടിയെന്ന്. അപ്പം അതിനോടനുസരിച്ച് ഇവിടെ ഒരു മീറ്റിംഗ് വെച്ചു. അന്ന് പാരൻസും സ്റ്റുഡൻസും എല്ലാവരും ഉണ്ടായിരുന്നു, യൂണിയൻ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ട് ഒരു തീരുമാനം എടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഇവിടെ തന്നെ പഠിക്കാം. നമ്മൾ പഠിച്ചിറങ്ങുന്നത് വരെ ഉള്ള എല്ലാ കാര്യവും മാനേജ്മെൻറ്റ് നോക്കിക്കോളാം, നമ്മളെ പഠിപ്പിക്കും, പരീക്ഷ എല്ലാം അവരെന്നെ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഈ PMSയുടെ കീഴിൽ തന്നെ നമുക്ക് പഠിക്കാം, അത് അഫിലിയേഷൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഇവിടെ തൊട്ടടുത്ത് തന്നെ കോട്ടപ്പുറത്ത് തന്നെ ശ്രീനാരായണ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. അപ്പം അവിടെ MBA കോളേജാണ്, അതും യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇൻറ്റേർണൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, നിങ്ങൾ ഇനി എക്സാം എഴുതേണ്ട, നിങ്ങൾ വീട്ടിൽ പോയിക്കോ, നിങ്ങളെല്ലാം മാറിപ്പോണം. കാരണം യൂണിവേഴ്സിറ്റി ഇനി ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല, നമ്മളെല്ലാം മാറിപ്പോയിക്കോളാമെന്ന് നമ്മൾ പറഞ്ഞു എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതോ ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യമൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. എല്ലാം മാനേജ്മെൻറ്റ് നമ്മളെ കരിവാരി തേച്ചതാണ്. എത്ര കുട്ടികളാണ് ഇത്തരത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഇപ്പോൾ? ഇപ്പം നമ്മളെ ഫൈനൽ ഇയേഴ്സ് വന്നിട്ട് ഒരു 19 പേരുണ്ട്. ബാക്കി എല്ലാവരും പോയി. അവർ ഈ മാനേജ്മെൻ്റായിട്ട് തന്നെ അപ്പം ഒരുമാതിരി പറഞ്ഞ് വിട്ടതാണ്. എന്നാണ് നിങ്ങൾക്ക് അവസാനത്തെ ക്ലാസ് കിട്ടിയത് ഇവിടെ? അവസാനത്തെ ക്ലാസ് ഇവിടെ കിട്ടിയത് 27-ാം തീയതി ജപ്തിയിൽ വന്നു. തലേ ദിവസം 26-ാം തീയതി വരെ ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ജപ്തി ചെയ്യപ്പെട്ടു, കോളേജിൽ നിന്നും പോകണം, അതോ നാളെ മുതൽ ക്ലാസ് ഇല്ല എന്നുള്ള അറിയിപ്പായിരുന്നു? ഒന്നും വന്നില്ല. തലേ ദിവസം രാത്രിയാണ് ഈ ജപ്തി ചെയ്യുന്നതിന് അന്ന് രാത്രി ഞങ്ങൾ വിളിക്കുന്ന കോളേജിൽ നിന്ന് ജപ്തിയായി. എന്നിട്ട് ഇവർ മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചില്ല. ഇവർ യൂണിയനും അല്ലാതെ പേരൻസും എല്ലാം ഇടപെട്ടതിന് ശേഷമാണ് മാനേജ്മെൻറ്റ് തന്നെ തീരുമാനിച്ച പുതിയൊരു ഇതണക്കൊരു മീറ്റിംഗ് കൂടണമെന്ന്. നമ്മളെ എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പകരം സംവിധാനം ഒരുക്കിയ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുന്നോട്ട് തുടരാൻ കഴിയാത്തത്? നമ്മൾ മുന്നോട്ട് പോകാൻ താല്പര്യം ഉള്ളത് കൊണ്ടും നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ മതി എന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡെയിലി ഇപ്പോൾ അവിടെ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. അവിടെ ക്ലാസ്സിന് പോയി ഈ ഒരു ദിവസത്തെ എക്സാം 2 എക്സാം നമ്മൾ എഴുതി, രണ്ടാമത്തെ ദിവസം ഒരു എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ മാറിപ്പോണം. അതായത് നമ്മൾ തന്നെ പറഞ്ഞു എന്ന്, നമ്മൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞു എന്ന്, നമുക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ല, അവിടെ വേണ്ടത്ര ഫെസിലിറ്റി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല. ഇത് സംബന്ധിച്ച് പരാതി പുറത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ പരാതി നൽകി? അതെ, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പരാതി നൽകിയിട്ടുണ്ട്. കടക്കൽ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ പരീക്ഷ മാത്രമല്ല, ബാക്കിയുള്ള പ്രാക്ടിക്കൽ എക്സാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അതിന്റെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അത് ഇതുവരെ നമുക്ക് സെന്റർ പോലും കിട്ടിയിട്ടില്ല. എവിടെ എക്സാം എഴുതണമെന്നോ ഏത് സ്ഥലത്താണെന്നോ നമുക്ക് സെന്റർ ഇതുവരെ ആയിട്ടില്ല. അതും യൂണിവേഴ്സിറ്റി തിരക്കിയപ്പോഴാണ് പറഞ്ഞത്, നമ്മളെ ട്രാൻസ്ഫറിന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക്, അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് പോകണം. പക്ഷേ അതൊന്നും നമ്മൾ അറിയാത്ത കാര്യമാണ്. സെൻറ്റർ നമുക്ക് ഇതുവരെ ആയിട്ടില്ല. 21st നമുക്ക് എക്സാം തുടങ്ങുവാണ്. ലാബുകളൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ മെൻ്റലി നല്ല ഡിപ്രസ്ഡ് ആണ്. എന്ത് ചെയ്യണമെന്നോ എവിടെ പോകണമെന്നോ ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുവാണ്. മാനേജ്മെൻറ്റ് മൊത്തത്തിൽ, അതായത് പാരൻസ് ഉൾപ്പെടെ നിന്നപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ ആയിട്ട് എഴുതി തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും ഇപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ മേലിൽ ഓരോന്ന് ഇങ്ങനെ ചാർത്തി, അതായത് തെറ്റുകൾ ചാർത്തി നമ്മളെ അവർക്ക് എങ്ങനെയെങ്കിലും സ്പോയിൽ ചെയ്യണമെന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഈ ബാക്കിയുള്ള കുറച്ച് കുട്ടികളൊക്കെ മറ്റിടങ്ങളിലേക്ക് തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് സ്കൂളുകളിലൊക്കെ പ്ലേസ്മെന്റ് അഡ്മിഷൻ ആയി അവർക്ക്. അപ്പം നിങ്ങൾ കുറച്ചുപേര് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നിങ്ങൾക്ക് നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണ് അതിൽ? ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് ഒരു BBA എന്നൊക്കെ ഉള്ള ഒരു കോഴ്സ് ഉണ്ടെങ്കിലും അതിനുള്ള കോർ കോഴ്സ് വേറെ ഒരു കോളേജിലും ഇല്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അതും ഇപ്പോൾ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കിത് ഈ ഡിഗ്രി ഇവിടെ ഡ്രോപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം ഈ 21st എക്സാം എഴുതിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? സെൻറ്റർ പോലും വന്നിട്ടില്ല. അപ്പം എവിടെ ചെന്ന് എക്സാം എഴുതും? ആണ് ഈ കുട്ടികൾ ഈ രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത്. അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇത്. മാത്രമല്ല ഇവരെ കാലത്ത് ആശങ്കയിലാണ് ഇപ്പോൾ ഇവരുടെ രക്ഷിതാക്കളും ഒക്കെ ഉള്ളത്. ഈ വിദ്യാർത്ഥിയുടെ സഹോദരനാണെന്ന് കരുതുന്നു. എന്താണ് എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഒരു തീരുമാനം? തീർച്ചയായിട്ടും നമ്മളൊക്കെ മലയോര മേഖല താമസിക്കുന്ന ആൾക്കാരാണ്. അടുത്തൊന്നും നല്ല കോളേജില്ല. അപ്പോൾ ആ കൂടിയുള്ള കോളേജ് ഇതാണ്, നല്ല ഫെസിലിറ്റീസ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസമാണ് ഇതേപോലെ രാത്രി പറയുന്ന ഇതുപോലെ കോളേജ് ജപ്തിയാവുന്നുണ്ട്. അതും വെള്ളിയാഴ്ച നൈറ്റ്. ശനിയാഴ്ച അടവാണല്ലോ, 3 ദിവസം സമയം തരാം, സർട്ടിഫിക്കറ്റ്സ് എടുക്കണം, കുട്ടികളെയൊക്കെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് തന്നെ വേറെ കോളേജിലോട്ടും മറ്റും ആക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ലോങ് ആണ്, ഇവിടെ നിന്നൊക്കെ 2-3 മണിക്കൂർ ട്രാവൽ തന്നെ പോകാനുള്ള.
അപ്പം അതുപോലെ നമ്മൾ ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞു. മറ്റാൾക്കാരായിട്ട് സംസാരിച്ചു. ഒരു നിലപാടിൽ ഇവിടെ തന്നെ പഠിപ്പിക്കാം, പക്ഷേ ഇവിടെ ആയിരിക്കില്ല, തൊട്ട് 2 കിലോമീറ്ററിൻ്റെ അകത്തുള്ള ഒരു കോളേജ് ലീസ് എടുത്ത് അവിടെ പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ടായിരുന്നു. കണ്ടിന്യൂ ചെയ്തപ്പോൾ ഇന്ന് പറയുവാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഒരു പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പം ഇനി നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ നമ്മൾ ജയിപ്പിച്ച് വിട്ടോളാം, കുഴപ്പമില്ല, വേറെ കോളേജിൽ അഡ്മിഷൻ തരാൻ ഇവിടെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അതുപോലെ യൂണിവേഴ്സിറ്റി വിളിച്ചിറക്കിയപ്പോഴത്തേക്കും ഇതേപോലെ കുട്ടികൾ പറഞ്ഞു അവിടെ പഠിക്കാൻ താല്പര്യമില്ല, വേറെ കോളേജിലോട്ടാക്കണം എന്ന് പറഞ്ഞാണ് വിളിച്ചിരുന്നത്. പക്ഷേ കുട്ടികളുടെ സൈഡിൽ നിന്ന് അങ്ങനെ നിലപാട് പോയിട്ടില്ല. രക്ഷിതാക്കളും കുട്ടികൾക്കും ഇപ്പോഴും മാനേജ്മെൻറ്റിനെ തുടർന്നാണ് താല്പര്യം. കാരണം ഇവരെല്ലാം ദൂരത്തെന്ന് പറഞ്ഞ കുട്ടികളാണ്, വേറെ ഫെസിലിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇങ്ങനെ ഇതാണ് ഇവർ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ബാങ്ക് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ പ്രോപ്പർട്ടി ജപ്തി ചെയ്തു എന്ന് തന്നെയാണ്. പകരം സംവിധാനങ്ങൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ടെന്ന മാനേജ്മെന്റ് പറയുമ്പോഴും ഇവർക്ക് പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ പെരുവഴിയിൽ നിൽക്കുകയാണ്. ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.